ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോക്കനട്ട് റവ ലഡു. നമുക്ക് നോക്കാം ഈ സൂപ്പർ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സ്നാക്കായിട്ട് ഇത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്ന്. ലഡു തയ്യാറാക്കാൻ ആവശ്യമായി ഞാനിവിടെ ഒരു കുഴിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. ചൂട് കട്ടിയുള്ള പാനാണ്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ നെയ്യിലിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായി വറുത്തെടുക്കണം. ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറുക്കാം. പിന്നെ ലാസ്റ്റത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്നൊന്ന് ഇളക്കി വാങ്ങുക. അടിവശം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവ ഞാൻ വറുത്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ സെയിം പാത്രത്തിൽ വെച്ചാൽ അതിൻ്റെ ചൂട് കൊണ്ട് അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി ആ സെയിം പാനിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. പിന്നെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തേങ്ങ വരെ ചേർക്കാം. ഞാനിവിടെ 1 കപ്പേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ തേങ്ങ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ 2 കപ്പ് വേണമെങ്കിലും ചേർക്കാം. ഇനി പഞ്ചസാരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എങ്കിലും ആദ്യം ഒന്ന് കട്ടി പോലെ തോന്നും. ഇനി കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര ഉരുകി വരുമ്പോൾ ഇതിനകത്ത് കൂടുതൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഉരുകി കുറച്ച് വെള്ളമായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തൊന്ന് വറ്റിച്ചെടുക്കണം. പഞ്ചസാര ആദ്യം ഉരുക്കിയതിന് ശേഷം തേങ്ങ ചേർക്കുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് ക്രിസ്റ്റലൈസ് ആയിപ്പോവും. പിന്നെ പഞ്ചസാര കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങയും കൂടി ഒപ്പമിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ പഞ്ചസാരയും തേങ്ങയും നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് തിളച്ച് പഞ്ചസാരയൊന്ന് കുറച്ച് കുറുകി വരണം. തേങ്ങയൊന്ന് വേവുകയും വേണം. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് തിളച്ച് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ചൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ അങ്ങനെ മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെയും തേങ്ങയുടെയും മിക്സ് റവയുടെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാല് തിളപ്പിച്ചതോ 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതോ ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളമോ പച്ചപ്പാലോ ചേർക്കരുത്. തിളപ്പിച്ചത് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഒരു ചെറിയ പാനിലേക്ക് നെയ്യ് ചൂടാക്കിയെടുത്ത് അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്ത് ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ലഡുവിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. കിസ്മിസും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് വറുത്ത് ആ നെയ്യ് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അധികം നെയ്യൊന്നും ലഡുവിൽ ചേർത്തിട്ടില്ല. റവ വറുക്കുന്ന സമയത്ത് മാത്രം ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് വയ്ക്കാം.
ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങ് തണുത്തിട്ടൊന്നുമില്ല, ഒരു മീഡിയം ചൂടുണ്ട്. ആ ചൂടോടെ തന്നെ നമുക്കിതങ്ങ് ഉരുട്ടിയെടുക്കാം. ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പം നമ്മളെടുത്ത ഈ 2 കപ്പ് റവ കൊണ്ട് ഏകദേശം 20 ലഡുവോളം തയ്യാറാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള 20 ലഡു ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ വളരെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള റവ ലഡു നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര ഉരുക്കി ചേർത്തു എന്ന് കരുതി അത് കട്ടിയായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സോഫ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാകും. കണ്ടില്ലേ, ഇപ്പോൾ വളരെ സോഫ്റ്റായിട്ടാണുള്ളത്. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. കുറച്ചുകൂടി നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി ജ്യൂസി ആയിട്ടിരിക്കും. ഞാനിപ്പോൾ നെയ്യുടെ അളവ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നെയ്യ് ചേർക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.